السلام عليكم ورحمة الله وبركاته. تفسير درس 24. بسم الله والحمد لله والصلاة والسلام على سيدنا رسول الله وعلى آله وأصحابه أجمعين. أما بعد. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما نافعا. اللهم اغفر لنا ولوالدينا ولأزواجنا ولذرياتنا ولأساتذتنا ولتلاميذنا ولسائر أئمة الدين. പ്രിയപ്പെട്ട കൂട്ടുകാരെ, സൂറത്തുൽ കൗസറിലെ ഒന്നാമത്തെ സൂക്തമാണ് ഇന്ന് നാം ചർച്ചക്കെടുക്കുന്നത്. ഇന്ന അഅതൈനാക, നിശ്ചയം നബിയെ അവിടത്തേക്ക് നാം നൽകിക്കഴിഞ്ഞു. അൽ കൗസർ നൽകിക്കഴിഞ്ഞു. ഇവിടെ എന്തുകൊണ്ടാണ് നൽകിക്കഴിഞ്ഞു എന്ന് പറഞ്ഞത്? വലം യഖുൽ സനുഅതീക, അവിടത്തേക്ക് നാം നൽകും എന്നല്ലല്ലോ പറഞ്ഞത്. ഖുർആൻ വ്യാഖ്യാതാക്കൾ വിശദീകരിക്കുന്നു, ലിഅന്ന ഖൗലഹു അഅതൈനാക യദുല്ലു അലാ അന്ന ഹാദൽ ഇഅതാഅ കാന ഹാസിലൻ ഫിൽ മാളി. അല്ലാഹുവിൻ്റെ ആ നൽകൽ നേരത്തെ നടന്നു കഴിഞ്ഞു എന്നാണ് അത് സൂചിപ്പിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വത്തെ സൂചിപ്പിക്കുന്നതാണ് ആ വാക്ക്. കാരണം അന്നമൻ കാന ഫി സമാനിൽ മാളി അസീസൻ അഷ്റഫു മിമ്മൻ യസീറു കദാലിക, നേരത്തെ സ്ഥാനം കിട്ടിയ വ്യക്തിയാണ് പിന്നീട് സ്ഥാനം വന്നു ചേർന്ന വ്യക്തിയേക്കാൾ ഉത്തമൻ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നേരത്തെ ഇത്രയും വലിയ സ്ഥാനം കിട്ടിയെന്ന് വരുമ്പോൾ അതാണ് പിന്നീട് കിട്ടുന്നതിനേക്കാൾ ബഹുമാനം. അതുകൊണ്ടാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, കുന്തു നബിയ്യൻ വ ആദമു ബൈനൽ മാഇ വത്തീൻ. ആദം അലൈഹിസ്സലാത്തു വസ്സലാം ശാരീരിക ലോകത്തേക്ക് സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ ഞാൻ നബിയായിരുന്നു. അവൻ നുബൂവത്ത് എന്ന് പറയുന്ന എൻ്റെ സ്ഥാനം അത് നേരത്തെ ലഭ്യമായിട്ടുള്ളതാണ്, അതെൻ്റെ ഏറ്റവും വലിയ മഹത്വമാണ് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അപ്പം നേരത്തെ ലഭിക്കുക എന്നത് അത് വലിയൊരു മഹത്വമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇന്ന അഅതൈനാക, നിശ്ചയം അവിടത്തേക്ക് നാം നൽകി കഴിഞ്ഞു എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്ഥാനത്തെ, അവിടുത്തെ മഹത്വത്തെ അത് സൂചിപ്പിക്കുന്നുണ്ട്. രണ്ടാമതായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സാന്ത്വനപ്പെടുത്തലും സമാധാനപ്പെടുത്തലും അതിലുണ്ട്. കാരണം ഈ അധ്യായം അവതരിക്കാനുണ്ടായ പശ്ചാത്തലം തന്നെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഖുറൈശികളിൽ ചിലർ വാക്കുകൾ കൊണ്ട് ദ്രോഹിച്ചപ്പോൾ ആയിരുന്നു എന്ന് പിന്നീട് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ അവിടത്തെ സാന്ത്വനപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു പറയുകയാണ്, ഇന്നാ ഖദ് ഹയ്യനാ അസ്ബാബ സആദതിക ഖബ്ല ദുഖൂലിക ഫിൽ വുജൂദ്. നബിയെ, ശാരീരിക ലോകത്തേക്ക് അവിടുന്ന് വരുന്നതിന് മുമ്പ് തന്നെ ഇത്രയും വലിയ പവർ അവിടത്തേക്ക് നാം നൽകിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഫകൈഫ നുഹ്മിലു അംറക ബഅദ വുജൂദിക വസ്തിഗാലിക ബിൽ ഉബൂദിയ്യ. അവിടുന്ന് ശാരീരിക ലോകത്തേക്ക് വന്ന് ആരാധനാ നിരതനായതിനു ശേഷം തങ്ങളെ നാം കൈയൊഴിയുമോ? ഒരിക്കലുമില്ല. അതിനേക്കാൾ കൂടുതൽ പവർ അവിടത്തേക്ക് നൽകുകയെന്നല്ലാതെ അവിടുത്തെ ഒരിക്കലും നാം കൈയൊഴിയുകയില്ല നബിയെ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നേരത്തെ നൽകി എന്ന് പറയുമ്പോൾ പിന്നീട് കൂടുതൽ നൽകും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അവിടെ നബി തങ്ങളെ വന്ന് സമാധാനിപ്പിക്കലും സാന്ത്വനപ്പെടുത്തലും ഉണ്ട്. മറ്റൊന്ന്, കഅന്നഹു യഖൂലു സുബ്ഹാനഹു വതആല നഹ്നു മഖ്തർനാക വമാ ഫദ്ദൽനാക ലിഅജ്ലി ത്വാഅതിക. നബിയെ, അവിടത്തേക്ക് ഇത്രയും സ്ഥാനവും ബഹുമാനവും ആദരവും നൽകിയിട്ടില്ല. ലിഅജ്ലി ത്വാഅതിക, അവിടുത്തെ ആരാധനയുടെ ഫലമായിട്ട് നൽകിയിട്ടുള്ളതല്ല. ആരാധനയുടെ ഫലമായി നൽകപ്പെട്ടതാണെങ്കിൽ തങ്ങൾ ആരാധന ചെയ്തതിന് ശേഷമല്ലേ ലഭ്യമാകേണ്ടത്? അവിടത്തേക്ക് നാം ഓശാരമായി നൽകിയിട്ടുള്ളതാണ്, ആരാധനയുടെ ഫലമായിട്ടല്ല. അവിടത്തേക്ക് പ്രത്യേകം നാം തെരഞ്ഞെടുത്ത് നൽകിയിട്ടുള്ളതാണ് എന്നും ഇതിൽ പാഠമുണ്ട്. ഇന്ന അഅതൈനാക, നിശ്ചയം അവിടത്തേക്ക് നാം നൽകി കഴിഞ്ഞു നബിയെ. അൽ കൗസർ നൽകി. അൽ കൗസർ എന്ന് പറഞ്ഞാൽ ധാരാളം വ്യാഖ്യാനങ്ങൾ അത് സംബന്ധമായി വന്നിട്ടുണ്ട്. ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി തന്നെ അവിടുത്തെ പ്രസിദ്ധമായ തഫ്സീറുൽ കബീറിൽ 20ഓളം വ്യാഖ്യാനങ്ങൾ മുൻകാല പണ്ഡിതന്മാരിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട തഫ്സീറുകൾ മാത്രം നമുക്ക് വിവരിക്കാം. അതിൽ ഏറ്റവും
പ്രധാനവുമായിട്ടുള്ള തഫ്സീർ വഹുവൽ മഷ്ഹൂർ, അതാണ് പ്രസിദ്ധമായിട്ടുള്ള തഫ്സീർ. അതെന്താണ്? അന്നഹു നഹറും ഫിൽ ജന്ന, അത് സ്വർഗത്തിലെ ഒരു നദിയാണ് എന്നാണ്. സ്വർഗത്തിലെ ഒരു നദി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കാണ് അതിന് ആധാരം. മാ മിൻ ബുസ്താനിൻ മിൻ ബസാതീനിൽ ജന്ന ഇല്ലാ വഫീഹി നഹറുൻ ജാരിൻ മിനൽ കൗസർ. സ്വർഗത്തോട്ടങ്ങളിലെ ഏതൊരു തോട്ടവും ഇല്ലാ വഫീഹി നഹറുൻ ജാരിൻ മിനൽ കൗസർ, അതിലെല്ലാം തന്നെ കൗസറിൽ നിന്നുള്ള ഒലിക്കുന്ന ഒരു നദി ഉണ്ടായിരിക്കും തീർച്ചയാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം. രണ്ടാമത്തെ തഫ്സീർ അന്നഹുൽ ഹൗൽ, അത് ഹൗലാണ്, സ്വർഗത്തിലുള്ള നദിയല്ല, മറിച്ച് സ്വർഗത്തിൽ നിന്ന് ഒലിച്ചു വരുന്ന ഹൗൽ, തടാകം. സ്വർഗത്തിൻ്റെ പുറത്തുള്ള സാധാരണ മഹ്ശറയിൽ ആളുകൾ കുടിക്കാൻ വരുന്ന ഹൗലുണ്ട്, തടാകമുണ്ട്. ആ തടാകത്തെക്കുറിച്ചാണ്, അത് സ്വർഗത്തിൻ്റെ പുറത്താണ്. ആ പുറത്തുള്ള തടാകത്തെക്കുറിച്ചാണ് ഇവിടെ കൗസർ എന്ന് പറഞ്ഞിട്ടുള്ളത് എന്ന രണ്ടാമത്തെ വ്യാഖ്യാനം. ഒരു റിപ്പോർട്ട് പ്രകാരം സ്വർഗത്തിലുള്ള നദിയിൽ നിന്ന് ഒലിച്ചു വരുന്നതാണ് ഈ ഹൗലിലുള്ള വെള്ളം എന്നും ഒരു റിപ്പോർട്ടിൽ വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ ഹൗലിനും അതുപോലെ തന്നെ സ്വർഗത്തിലുള്ള നദിക്കും കൗസർ എന്ന് പേര് വരാൻ കാരണം? കൗസർ എന്ന് പറഞ്ഞ വാക്ക് കസ്റത്തിൽ നിന്നാണ്. കസ്റത്ത് എന്ന് പറഞ്ഞാൽ ധാരാളം എന്നാണ് അതിൻ്റെ അർത്ഥം. എന്തുകൊണ്ടാണ് കൗസർ എന്ന് പേര് വരാൻ കാരണം? ലിക്കസ്റത്തില്ലദീന യശ്റബൂന മിൻഹാ, അതിൽ നിന്ന് ധാരാളം ആളുകൾ കുടിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ടാണ് ധാരാളം എന്ന അർത്ഥം വരുന്ന കസ്റത്തിൽ നിന്നുള്ള ഒരു പദം, കൗസർ എന്നുള്ള പദം അതിന് പേര് വച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഔലി കസ്റത്തി മാ ഫീഹാ മിനൽ മനാഫിഇ, ധാരാളം അനുഗ്രഹങ്ങൾ അതിൽ അടങ്ങിയിട്ടുണ്ട്. സ്വർഗത്തിലുള്ള നദിയിലായിരുന്നാലും ഇനി പുറത്തുള്ള ഹൗദ് തടാകത്തിലായിരുന്നാലും ധാരാളം അനുഗ്രഹങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ധാരാളം എന്ന വാക്കിൽ നിന്ന് കസ്റത്ത് എന്നതിൽ നിന്ന് പിടിക്കപ്പെട്ട കൗസർ എന്ന നാമം അതിന് നൽകപ്പെട്ടിട്ടുള്ളത്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഒരു ഹദീസിൽ വരികയും ചെയ്തിട്ടുണ്ട്, ഇന്നഹു നഹറുൻ വഅദനിഹി റബ്ബി, അത് എൻ്റെ റബ്ബ് എനിക്ക് വാഗ്ദത്തം ചെയ്തിട്ടുള്ള ഒരു നദിയാണ്. ഫീഹി ഖൈറുൻ കസീർ, അതിൽ ധാരാളം നന്മയുണ്ട് എന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായും കാണാം. അപ്പോൾ രണ്ട് വ്യാഖ്യാനങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന്, സ്വർഗത്തിലുള്ള നദി. രണ്ട്, ഹൗല്, സ്വർഗത്തിൻ്റെ പുറത്തുള്ള തടാകം. ബാക്കിയുള്ള വ്യാഖ്യാനങ്ങളിലേക്ക് നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. മാത്രവുമല്ല ഹൗലുൽ കൗസറിൻ്റെ വിശദീകരണമൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കേൾക്കാം. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.